ആനക്കൊമ്പുമായി രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിലായി. മാമല സ്വദേശി വിനീത്, വെള്ളനാട് സ്വദേശി നിബു ജോൺ എന്നിവരാണ് പിടിയിലായത്. വെള്ളനാട് ചാങ്ങ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരെയും വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് വലയിലാക്കിയത്. രാവിലെ മുതൽ രഹസ്യ വിവരത്തെ തുടർന്ന് സ്ക്വാഡ് നിരീക്ഷണം പ്രദേശത്തുണ്ടായിരുന്നു. ഇതിനിടെ രാത്രിയോടെയാണ് ഇരുവരും പ്രത്യേക സംഘത്തിന്റെ വലയിലായത്. ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ശ്രീലേഖയുടെ നേതൃത്വത്തിൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ ശ്രീജു S, ചുള്ളിയാമല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനീഷ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് വിനോദ്, വാച്ചർ പ്രദീപ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇന്റലിജൻസ് എല്ലാവരുടെ ഒരു നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രതികൾ. ഇവരുടെ കൈവശം ആനക്കൊമ്പ് ഉണ്ടെന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ ഇന്നലെ രാവിലെ ഇവരത് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു എന്നുള്ള രഹസ്യ വിവരം കിട്ടിയതനുസരിച്ച് ഞങ്ങൾ ഈ വെള്ളനാട് ഭാഗത്തൊക്കെ കാട്ടാക്കട വെള്ളനാട് ഭാഗങ്ങളിലൊക്കെ ഇവരെ നിരീക്ഷിച്ച് വരികയായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ഇവരത് വിൽപ്പനയ്ക്ക് വേണ്ടി പുറത്തെടുത്ത് നമ്മുടെ വെള്ളനാട് സ്കൂളിനടുത്തുള്ള ഒരു റോഡിൽ കൊണ്ടുവച്ചു. ആ സമയത്ത് ആണ് ഞങ്ങളിവരെ പിടികൂടുന്നത്. അപ്പോൾ രണ്ട് പ്രതികളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു കാറ്, ഒരു മോട്ടോർ ബൈക്ക് അതെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. ആനക്കൊമ്പ് അതിൻ്റെ ചെറിയ 2 പീസുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവരെ രാവിലെ അന്വേഷണം ബാക്കി നടപടിയെല്ലാം പൂർത്തിയാക്കി കോടതിയിൽ കൊണ്ടുപോകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്കിനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അന്വേഷണം നടന്നു വരികയാണ്, പുരോഗമിച്ചു വരികയാണ്.